ആദ്യത്തെ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത്. മുഖക്കുരു വന്നു പോയിട്ട് നിറച്ച് കുഴികളും പാടുകളൊക്കെ ആയിട്ട് മുഖത്ത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുൾ ആവും എന്ന കാര്യം ഷുവർ ആണ്. എനിക്ക് കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എങ്ങനെയാണ് ചേച്ചി മുഖത്തുള്ള കുഴികൾ മാറ്റാൻ എന്തെങ്കിലും റെമഡി ഉണ്ടോ, എന്തെങ്കിലും പാക്ക് ഉണ്ടോ അതൊക്കെ. ഓപ്പൺ പോസ് കുറേ പേർക്ക് ഒരു വലിയ വില്ലൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. പോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവില്ലേ. നമ്മൾ ഈ ഓറഞ്ചിന്റെ ഒക്കെ തൊലിയുടെ പുറത്തുണ്ടാവില്ലേ ഇങ്ങനെ ചെറിയ സുഷിരങ്ങൾ, അതുപോലെ ചില ആളുകൾക്ക് അത് നല്ല ഇന്റൻസിറ്റിയിൽ കാണാൻ പറ്റും. വലിയ വലിയ കുഴികളായിട്ടുണ്ടാവും. നമുക്ക് കുരുക്കളൊക്കെ വന്ന് പോയിട്ട് അതിങ്ങനെ കുഴികളായിട്ട് മാത്രം നമ്മുടെ സ്കിന്നിൽ അവശേഷിക്കും അല്ലേ. അപ്പൊ അത് വലിയൊരു വിഷയം തന്നെയാണ്. ചില ആളുകൾക്ക് നന്നായിട്ട് എടുത്തറിയും, ചില ആളുകൾക്ക് അത് ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ. ഈ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഇത് എടുത്ത് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓയിലി സ്കിന്നിനാണ് ഇത് കുറച്ച് കൂടുതൽ പ്രശ്നക്കാരൻ എന്ന് എനിക്ക് തോന്നുന്നു. സ്കിന്നിലുള്ള ഓയിൽ സെക്രീഷൻ കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിലൊന്നും അല്ല ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടും. നമ്മുടെ സ്കിൻ ഒരുപാട് ഇങ്ങനെ ഓയിലി ഫുഡ്സ് ഒക്കെ കുറെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ കൂടും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊരു കാരണം തന്നെയാണ്. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ നമ്മൾ സ്കിൻ കെയർ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതും വിഷയമാണ്. നമ്മൾ ഡേർട്ട് ഒന്നും റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എപ്പോഴും സ്കിന്നിൽ ഡേർട്ടായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ കൊടുത്തില്ലെങ്കിലും ഈ ഒരു പ്രോബ്ലം ഇൻക്രീസ് ആയി വരും. നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പോസുകളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തിട്ട് അവർക്കും ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു പ്രോബ്ലം നേരിടുന്നവരൊന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ വന്നിട്ട് കമന്റ് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം കേട്ടോ. അത് വിട്ടു പോകരുതേ. ഇതും വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ്ഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കോഴിമുട്ട മാത്രമാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ വൈറ്റ് മാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ രണ്ടാമത് ആഡ് ചെയ്യേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിൽ മുൾട്ടാനി മിത്തി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുൾട്ടാനി മിത്തി പൗഡർ അതിൻ്റെ ഒപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ, അതായത് നാടൻ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ, വീട്ടിലൊക്കെ പൊടിപ്പിച്ച മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുൾട്ടാനി മിത്തി പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, മഞ്ഞപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ് കേട്ടോ. ഹണി നമുക്ക് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ഒന്നുകിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും തൈരാണ് സ്കിന്നിന് കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് പാടാട്ടോ. കാരണം നമ്മുടെ ആ മുട്ടയുടെ വെള്ളയും ആ പൗഡേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരണമെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുമില്ല, നമ്മൾ ഓംലെറ്റ് അടിക്കുമ്പോൾ അടിച്ചു കൊടുക്കുന്ന മാതിരി ആ മുട്ടയുടെ വെള്ളം പതപ്പിക്കുന്ന മാതിരിയൊക്കെ അങ്ങ് പതപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വരിക. എന്നിട്ട് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം നോസിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യണത്. കാരണം നമ്മുടെ കൂടുതലും ഓപ്പൺ പോർസുകൾ വരുന്നത് ആ ഒരു ഭാഗത്തായിരിക്കുമല്ലോ, ഇങ്ങനെ കുഴികൾ പോലെ, ഇങ്ങനെ ചെറിയ കുഴികൾ പോലെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, പക്ഷേ ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട പാക്ക്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിൽ നല്ലതാണിത്. അപ്പോൾ എന്തായാലും എല്ലാ ഇൻഗ്രീഡിയൻസും അടിപൊളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു ഭാഗങ്ങളിലാണ്, മൂക്കിൻ്റെ ഭാഗത്തും പിന്നെ ആ ഒരു ഏരിയയിലൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിൽ മാത്രമല്ല നെക്കിലൊക്കെ ഇട്ട് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ഇതിൽ മെയിനായിട്ടും എഗ്ഗാണ് നമ്മുടെ ആ ഒരു വലിയ പോർസുകളതിനൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, നന്നായി ടൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയിൽ സെലേനിയം ഉള്ളതുകൊണ്ട് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഹണി ആണെങ്കിൽ നമ്മുടെ ആക്നെ വരുന്നതൊക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹണി നമ്മുടെ ഒരു സ്കിൻ കോംപ്ലക്ഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന് ടോട്ടലി ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹണി എന്ന് പറയുന്നത്. തൈരാണെങ്കിലും നമ്മുടെ പോസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്സുകൾ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു പഞ്ഞി വെച്ചിട്ടാണ് തുടച്ചു കൊടുക്കണത്. അപ്പം ജസ്റ്റ് ഞാനൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഞ്ഞി വെച്ച് തുടച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ വാഷ് ചെയ്താൽ മാത്രമേ അത് നീറ്റായി കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വാഷ് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ ആ ഒരു നമ്മുടെ പെട്ടെന്നൊരു സ്കിന്നൊന്ന് ഗ്ലോ ചെയ്ത മാതിരി എനിക്ക് തോന്നി കേട്ടോ.
അപ്പോൾ ഞാൻ നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവുണ്ടാവും. പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും ഈ ഒരു പാക്ക് ഇടുമ്പോൾ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ, നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു പോർസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് പോകും. റിസൾട്ട് കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസ് പോലെ അല്ല, ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പോഴ്സുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്കൊരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും കൂടി ഈ ഒരു പാക്കിൻ്റെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണ്. എന്തായാലും ഈ പോഴ്സ് കാരണം വിഷമിച്ചിരിക്കുന്നവർ ഒരു തവണയെങ്കിലും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും റിസൾട്ട് കിട്ടും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും